പാതിവല തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ ഇടുക്കി കോൾപ്പറയിലെ വീട്ടിലേക്ക് തട്ടിപ്പിനിരയായവർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ഓണദിനത്തിൽ വീടിന് മുന്നിൽ പട്ടിണി സമരം ഇരുന്നവരെ അനന്തു കൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വോയിസ് ഓഫ് വുമൺ എന്ന പേരിൽ തട്ടിപ്പിനിരയായ സ്ത്രീകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ജാഥയായി എത്തിയ പ്രതിഷേധക്കാർ അനന്തു കൃഷ്ണന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്നു. ഇലയിൽ കല്ല് വിളമ്പി മുദ്രാവാക്യം വിളിച്ചു. നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കണമെന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം. ഈ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീർ അവർ കാണണം. ഇവിടുത്തെ ജനങ്ങളുടെ പക്കൽ നിന്ന് തട്ടിച്ചെടുത്ത് കുടുംബജീവിതം പോലും നാരായണാക്കിയ ഈ സഹോദരിമാരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി ഈ കേസിലെ പ്രതികൾ ആരൊക്കെയാണോ ആർജവുകളെ സർക്കാരിന് 5 മിനിറ്റുകൾ കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. സമരത്തെ ചോദ്യം ചെയ്ത് അനന്തു കൃഷ്ണന്റെ വീട്ടുകാർ പുറത്തെത്തിയതോടെ സംഘർഷമുണ്ടായി. പിന്നീട് പോലീസ് എത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. എന്നാൽ തട്ടിപ്പുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും അനന്തകൃഷ്ണന്റെ സഹോദരി പറഞ്ഞു. അംഗൻവാടി ടീച്ചറാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കുട്ടീനെ അവിടെ വിടാൻ പറ്റത്തില്ല. കാര്യം വഴി നിർത്തി ചേട്ടാനെ ചീത്ത പറയണു. എന്തൊക്കെ മോശം, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലാണ്. കാര്യം ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാട് ഞങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാ. അതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഈ 6 മാസമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് ആർക്കും മനസ്സിലാവുന്നില്ല. 6 മാസം പിന്നിട്ടിട്ടും തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണം എങ്ങും എത്താത്തത് ദുരൂഹമാണെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം. തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. മീഡിയ 1 ഇടുക്കി.